വീട്ടുജോലിക്ക് പോയി മോഷണത്തിന് പിടിക്കപ്പെട്ട ബിന്ദു, പോലീസ്, ഇവരെ രണ്ടു കൂട്ടരെയും കൂടി ചേർക്കുമ്പോൾ എനിക്ക് പോലീസിനോട് പറയാൻ തോന്നുന്നത് കുഞ്ചൻ നമ്പ്യാർ കംസനോട് പറഞ്ഞ ആ ശ്ലോകമാണ്. അരേ ദുരാചാര നൃശംസ കംസ, പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. നിങ്ങളിൽ ഒരുപാട് പേര് കുഞ്ചൻ നമ്പ്യാരുടെ ഈ ശ്ലോകമൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ സ്ത്രീകളോടല്ല പരാക്രമം കാണിക്കേണ്ടത് എന്ന് കുഞ്ചൻ നമ്പ്യാർ എത്ര മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും വീടിനകത്തും വീടിന് പുറത്തും ഒക്കെ പരാക്രമത്തിന് വിധേയരാകുന്നവരാണ്. വാക്കുകൊണ്ട്, കർമ്മം കൊണ്ട് ഒക്കെ എല്ലായ്പ്പോഴും ഇകഴ്ത്തപ്പെടുന്നവര്, പീഡിപ്പിക്കപ്പെടുന്നവരാണ് സ്ത്രീകൾ. അതിൻ്റെ ഒരു നേർ സാക്ഷിയാണ് ബിന്ദു എന്ന ആ പെൺകുട്ടി. പക്ഷെ അവളെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ബിന്ദു വളരെ മിടുക്കിയാണ്. ഇത്ര ശക്തമായ ഒരു നിലപാടെടുത്ത് തൻ്റെ കാര്യം, അതായത് പിന്നെ ഒരു പക്ഷേ അവളെ അടി കൊടുത്തോ അല്ലെങ്കിൽ ഓരോ തരത്തിൽ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ അവൾ സ്വർണ്ണമാല എടുത്തു എന്ന് അവളെ സമ്മതിപ്പിച്ചിട്ടുണ്ടാകാം പോലീസ്. രണ്ടായാലും ഇവളെ എന്താണ് നമ്മളിപ്പോൾ കേൾക്കുന്ന കഥ? അതായത് ആ വീട്ടിലാകെ 3 ദിവസമേ ബിന്ദു ജോലിക്ക് പോയുള്ളൂ. 6 മണിക്ക് ജോലിക്ക് എത്തിയാൽ 5 മണിക്കാണ് ജോലി കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത്. ഈ സമയത്ത് 500 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. ഒരു പക്ഷേ ആഹാരം ഉണ്ടായിരിക്കാം. അങ്ങനെ ജോലി ചെയ്ത്, പക്ഷേ അപ്പോൾ ബിന്ദു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് അടിമയോട് എന്ന പോലെയാണ് ബിന്ദുവിനോട് ഓമന ഡാനിയലും അവരുടെ മകളും പെരുമാറിയിരുന്നത് എന്ന്. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അതായത് അടിമയെ പോലെ ജോലിക്കാരിയോട് പെരുമാറുക. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ജോലിക്കാരിയോട് പെരുമാറേണ്ടത് തന്നെ പോലെ തന്നെ, അതായത് ആ വീട്ടമ്മയെ പോലെ തന്നെയുള്ള വ്യക്തിത്വമുള്ള ഒരു വനിതയാണ് ആ ജോലിക്കാരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിലാണ് ഓരോ വീട്ടമ്മമാരും അവനവൻ്റെ ജോലിക്കാരി, ഏത് തരം തൊഴിൽക്കാരാണെങ്കിലും, അതായത് കിളയ്ക്കാൻ വരുന്നവരാകട്ടെ, വീട് വൃത്തിയാക്കാനും സഹകരിക്കാനും വരുന്നവരാകട്ടെ, ഏത് തരം തൊഴിലാകട്ടെ, തൊഴിലേതും മാന്യമാണ്, മാന്യതയുള്ളതാണ്, അതിന് മാന്യമായ വേതനം കൊടുക്കണം എന്നൊക്കെയാണല്ലോ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. അല്ലാതെ ഹൗസ് വർക്ക്, അതായത് വീട്ടുജോലി എന്ന് പറയുന്നത് മാന്യമല്ലാത്ത ജോലിയാണ് അല്ലെങ്കിൽ നിന്ദ്യമായ ജോലിയാണെന്ന് എവിടെയും കുറിച്ചിടുന്നില്ല. നിന്ദ്യമായ ജോലികളെ, ശരീരം വിൽക്കലും അങ്ങനെയൊക്കെയുള്ള ജോലികൾ മാത്രമേ നിന്ദ്യമായ ജോലിയായിട്ട്, അതുപോലും ഇപ്പോൾ നിന്ദ്യമെന്ന് പറഞ്ഞാൽ അവരടിക്കും നമ്മളെ. അതാണ് അവസ്ഥ. അപ്പം ഇത്തരം ജോലികളൊക്കെ ശരിക്കും മാന്യമായ ജോലികൾ തന്നെയാണ്. അവരോട് വളരെ മാന്യമായി പെരുമാറേണ്ടതാണ്. അവരോട് സംസാരിക്കുന്ന ഭാഷയും ഒക്കെ അതുപോലെ തന്നെ മാന്യമായ ഭാഷയായിരിക്കണം. അത്തരം കാര്യങ്ങളൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല. അതായത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ അതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെല്ലാം സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടതുമാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ആണ് നമ്മുടെ ആ ബിന്ദു എന്ന പെൺകുട്ടി തീർച്ചയായും അപമാനിതയാകുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്. 20 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ അവൾ ക്രൂര പീഡനങ്ങൾക്ക്, അതായത് വാക്കുകൾ കൊണ്ടുള്ള പീഡനമാകാം, അടിച്ചതായിട്ടോ അങ്ങനെയൊന്നും പറയുന്നില്ല, വിട്ടു പറയുന്നില്ല. അപ്പം അങ്ങനെ എന്താണെങ്കിലും വാക്കുകൾ കൊണ്ട് നിന്റെ മക്കളെ കേസിൽപ്പെടുത്തുമെന്ന് പറയുക, വാക്കുകൾ കൊണ്ട് ക്രൂരമായി മുറിവേൽപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ പീഡനം തന്നെയാണ്. മക്കളെ കേസിൽപ്പെടുത്തുമെന്ന് പറയുന്നത് തന്നെയാണ് ഒരമ്മയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശിക്ഷ അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആക്ച്വലി ആ വീട്ടിൽ സംഭവിച്ചത്? ഇവർ ആകെ 3 ദിവസം മാത്രമേ ജോലിക്ക് പോയുള്ളൂ. ആ വീട്ടിലെ ഈ അടിമ ഉള്ള പെരുമാറ്റം, അങ്ങനെയുള്ള പലതും ഇവർക്ക് സഹിക്കാൻ വയ്യാത്തതായിരുന്നു. എന്ന് വെച്ചാൽ ഇവര് അഭിമാനബോധമുള്ള ഒരു സ്ത്രീ ആയിട്ട് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ അഭിമാനബോധമുള്ള സ്ത്രീ ആയിരുന്നത് കൊണ്ട് തന്നെ 3-ാം ദിവസം ആ വീട്ടിൽ നിന്ന് ജോലി നിർത്തിപ്പോകുന്നു. അപ്പോൾ ഇവരുടെ മാല കാണാതെ ആകുന്നു. അത് അവരുടെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കണ്ടുകിട്ടുന്നു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഓർക്കാനുള്ളത്, തീർച്ചയായിട്ടും ബിന്ദു മാലയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടിട്ട് പോവില്ലല്ലോ. ബിന്ദു എടുത്തതല്ലെന്നുള്ളത് ഉറപ്പ്. അത് മാത്രവുമല്ല, ചില കുടുംബങ്ങളിൽ
ഈ ഇങ്ങനെയുള്ള വില കൂടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ സൂക്ഷിക്കുമെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കാരണം? ഒരു കള്ളൻ കയറി വന്നാൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ സ്വർണം വെച്ചിരിക്കുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. അപ്പം ബാക്കി എവിടെയൊക്കെ തിരിച്ചു മറിച്ചിട്ട് നോക്കിയാലും വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് നോക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ സ്വർണം അവിടെ സേഫ് ആയിട്ടിരിക്കും. അങ്ങനെ തന്നെ സേഫ് ആയിട്ട് സ്വർണം പിന്നെ തിരിച്ചു കിട്ടിയ പല കഥകളും ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പം പക്ഷെ അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ഞാൻ. ആവശ്യത്തിലധികം സ്വർണം കരുതുന്ന കൂട്ടത്തിലുമല്ല. അപ്പൊ എന്തായാലും ബിന്ദു ഈ കാര്യം, ബിന്ദുവിനെ അവര് സ്വർണം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയത് എന്തുകൊണ്ട്? ഒരു പക്ഷേ അവർ തന്നെ കൊണ്ടുവന്ന് ഈ പാത്രത്തില് ഈ വേസ്റ്റ് ബാസ്ക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്വർണം ബിന്ദു വരുന്നില്ല. ബിന്ദുവിനെ വിളിച്ചപ്പോൾ വീണ്ടും വീണ്ടും വരാൻ പറഞ്ഞ് പലയാവർത്തി വിളിച്ചു. പക്ഷെ അനിഷ്ടത്തോടെ പോയ ബിന്ദു തിരിച്ചങ്ങോട്ട് ചെല്ലാൻ തയ്യാറെടുത്തില്ല, താല്പര്യം കാണിച്ചില്ല. അപ്പൊ താല്പര്യം കാണിക്കാത്തപ്പോൾ പെട്ടെന്ന് ഇവര് സ്വർണം നോക്കിയപ്പോൾ കാണാതെ വന്നപ്പോൾ അവൾ എടുത്തുകൊണ്ട് പോയതാന്ന് ധരിച്ചിട്ടുണ്ടാവും. അവര് തന്നെ ഈ ബാസ്ക്കറ്റിൽ വെച്ചു എന്ന് ഓർക്കാതെയാകാം ഒരു പക്ഷേ ഇവളെ പഴിചാരിയത്. എന്തായാലും സ്വർണം പോയി എന്ന് കേട്ടാൽ ഉടനെ തന്നെ പിന്നെ പോലീസ് എന്താ ചെയ്യേണ്ടത്? ആ വീട്ടിൽ തന്നെ പരിശോധിക്കാൻ നിൽക്കാതെ നേരെ ചെന്ന് ബിന്ദുവിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും പീഡിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ശരിയായ സോഴ്സിലൂടെ രീതിയിലല്ല ആ കേസിനെ പോലീസ് അപ്രോച്ച് ചെയ്തത് എന്നത് ഉറപ്പ്. അങ്ങനെ തനിക്ക് ക്രൂര പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. 20 മണിക്കൂറോളം ആഹാരം പോലും കിട്ടിയില്ല. അതായത് എന്താണ് വാഷ്റൂമിലെ വെള്ളം എടുത്ത് കുടിക്കാൻ പറയുന്നു എന്നൊക്കെ ബിന്ദു പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് മാനസികമായിട്ടും ഒക്കെ പീഡനം അനുഭവിച്ച് അവസാനം ഭർത്താവ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഭർത്താവ് വന്നതിന് ശേഷമാണ് ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറയുന്നത് ഈ ഇന്ത്യയിൽ തന്നെയാണോ, ഈ കേരളത്തിൽ തന്നെയാണോ സ്ത്രീകൾ ശക്തീകരിക്കപ്പെടുന്നു? ഇവിടെ സ്ത്രീകൾ ശരിക്കും കേരളത്തിലെ സ്ത്രീകൾ ഒരു വലിയ അളവ് വരെ ശക്തീകരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുടുംബശ്രീയാണ്. കുടുംബശ്രീ വനിതകൾ അവരുടെ സ്വന്തം എന്റർപ്രൈസ് സ്റ്റാർട്ടപ്പുകൾ വഴിയായിട്ടൊക്കെ വലിയ പരിധി വരെ ശക്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ശക്തീകരിക്കപ്പെട്ടതിന്റെ ഫലമാകാം ഒരുപക്ഷെ ബിന്ദു പോലും ഇത്ര ശക്തിയായ രീതിയിൽ താക്കീതോടുകൂടി സംസാരിക്കുകയും അതുപോലെ പി ശശിയെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ പോയി കാണുകയും അതിനുള്ള ധൈര്യം കാണിക്കുകയും ഒക്കെ ചെയ്തത്. പൗരാവകാശങ്ങളെ പറ്റി തീർച്ചയായും വളരെ നല്ലവണ്ണം വിവരമുള്ളവർ തന്നെയാണ് കേരളത്തിലെ പോലീസ് എന്നാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും അവർ മേലധികാരികളുടെ ഇച്ഛയ്ക്കനുസരിച്ച് റാൻമൂളികളായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അതങ്ങനെ അവരുടെ കാര്യക്ഷമതയെ ബാധിക്കാറുമുണ്ട്. പക്ഷേ കാര്യക്ഷമതയുടെ കാര്യത്തിൽ കേരള പോലീസ് മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസിനേക്കാളും മുന്നിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് നമ്മളെ അനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിക്ക് ഇതുപോലെ ഒരു ദുർവിധി ഉണ്ടാകുന്നത്. അങ്ങനെ അവള് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം അതെടുത്ത് വെറുതെ അദ്ദേഹത്തിന്റെ എന്താ പറയുക ബോക്സിലേക്ക്, മേശപ്പുറത്തിരിക്കുന്ന ബോക്സിലേക്ക് ഇട്ടു എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു സ്ത്രീയാണ്, സ്ത്രീക്ക് കിട്ടേണ്ട അവഗണന അവിടെയും കിട്ടി എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. പക്ഷെ അതിനുശേഷം ഇത് മീഡിയ വഴികളിലൂടെ പുറത്തു വന്നപ്പോഴാണ് സർക്കാരിന് ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി മാറും എന്ന് മനസ്സിലാക്കുന്നതും. അങ്ങനെയാണ് മുഖ്യമന്ത്രിയൊക്കെ അവളോട് വളരെ എന്താ പറയുക വളരെ നീതിപൂർവം പെരുമാറേണ്ടതായിരുന്നു, അവൾക്ക് നീതി ലഭ്യമാക്കേണ്ടതായിരുന്നു എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി വരുന്നത്. അത് മീഡിയകൾ അതായത് മാധ്യമ സ്വാതന്ത്ര്യം ആണ് തീർച്ചയായിട്ടും ഇപ്പോ. അതായത് ആ മാധ്യമ സ്വാതന്ത്ര്യത്തിൽ പോലും ഒരുപാട് കല്ലുകടികളുള്ള കാലഘട്ടമാണ് ഇപ്പോൾ. പക്ഷെ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ ഇടപെട്ടതിന് ശേഷമാണ് ബിന്ദുവിന് നീതി കിട്ടിയത് എന്ന് പറയാതെ രക്ഷയില്ല. അപ്പൊ എന്താണ് ഈ കുടുംബക്കാര് ഇതുപോലെ ഈ പെൺകുട്ടിയോട് പെരുമാറിയത്? ഇങ്ങനെയാണോ വീട്ടുജോലിക്ക് വേണ്ടി വരുന്നവരോട് പെരുമാറേണ്ടത്? അവരെ വീട്ടിലെ അംഗത്തെ പോലെ തന്നെ കണക്കാക്കുക. അപ്പം ഞാനൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവരെ കണക്കാക്കുക. ഒരേ ഭക്ഷണം തന്നെ, ചായയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് എല്ലാവർക്കും കൂടി ഇടുന്നു. ഒരേ സമയത്ത് തന്നെ അവളെ എന്നെ സഹായിക്കാൻ വരുന്നവരെ കാണയായിരിക്കും ഞാൻ ഇത് പിന്നെ അവൾ ചായ പകർന്നു കൊടുക്കുന്നത്. അവൾക്ക് എടുത്തു കൊടുത്തത് അവളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് എൻ്റെ പാത്രത്തിലേക്ക് എനിക്ക് ആവശ്യമുള്ളത് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ സാധാരണ ജോലിക്കാരോട് പെരുമാറാറുള്ളത്. ഇതേ പെരുമാറ്റം തന്നെ
തീർച്ചയായും എല്ലാ കുടുംബിനികളും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അവർക്ക് എന്ത് വ്യത്യാസമുണ്ട്? അവർ നമ്മൾ ആവശ്യപ്പെടുന്ന ജോലി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്തു തരുന്നു, അവർ പറഞ്ഞൊത്ത ശമ്പളം കൊടുക്കുന്നു, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എത്രയും സഹാനുഭൂതിയോടുകൂടി അവരോട് പെരുമാറുകയും ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞതിനേക്കാളൊക്കെ വളരെ കൂടുതലായിട്ട് അവരുടെ ആവശ്യങ്ങൾ, നമ്മുടെ അത്ര സാമ്പത്തിക ഭദ്രത ഇല്ലാത്തത് കൊണ്ടാണ് അവർ നമ്മളുടെ വീട്ടിലെ ജോലിക്ക് വേണ്ടി വരുന്നത്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ ശമ്പളത്തേക്കാളൊക്കെ ഉപരിയായിട്ട് സാധനങ്ങളും പിന്നെ പണവും കൊടുത്ത് അവരെ സഹായിക്കാൻ പോലും ബാധ്യസ്ഥയാണ് ഓരോ കുടുംബിനിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാനാണ് ഞാൻ ശ്രമിക്കാറുമുള്ളത്. എൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട അനുഭവം, അതായത് ഒരു സ്വർണം നഷ്ടപ്പെട്ടാൽ ഉടനെ പോലീസിൽ ഏൽപ്പിച്ച് പ്രതിയാന്ന് വെറുതെ സംശയിക്കുന്ന ഒരാളെ പ്രതിയാക്കി അവരെ പീഡിപ്പിക്കുകയല്ല ഒരു കുടുംബിനി ചെയ്യേണ്ടത്. ഓമന ഡാനിയേൽ ആ വലിയ ഒരു പ്രതിസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മൂത്ത കുട്ടി ഉണ്ടായി. മൂത്ത കുഞ്ഞിന് 10 മാസം പ്രായമുള്ളപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാട് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിലേക്ക് ഞാനും ഹസ്ബൻഡും ട്രാൻസ്ഫർ ആയി പോകുന്നു. അവിടെ ഞങ്ങൾ ഒരു മലേഷ്യയിൽ താമസം ഉള്ള ഒരു മേനോൻ്റെ വലിയൊരു വീടാണ് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ താമസിച്ചത്. അപ്പം ഞങ്ങൾക്ക് ആ മേനോൻ്റെ ബന്ധു അവരാണ് ആ വീട് ശരിയാക്കി തന്നത്. ആ വീട്ടിൽ എനിക്ക് സഹായിക്കാനായിട്ട് ഒരു വനിതയെ അവിടുന്ന് കുറച്ച് ദൂരെ നിന്ന് നടന്നു വരേണ്ട ഒരു സ്ത്രീയെ ഞങ്ങൾക്ക് തരുന്നു. അങ്ങനെ ആ സ്ത്രീയുമായിട്ട് ഞങ്ങൾ ജോലി ചെയ്തു. ഒരു ദിവസം രാവിലെ എൻ്റെ മാല, കഴുത്തേ കിടന്ന മാല, രാവിലെ ഞാൻ ചായ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കഴുത്തേ കിടന്ന മാല ഇങ്ങനെ ഇഴഞ്ഞ് താഴേക്ക് വീഴുന്നു. അപ്പം എന്ത് പറ്റിയെന്ന് വിചാരിച്ച് അപ്പോഴേക്കും ജോലിക്കാരിയും വന്നു. മാല എടുക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ കുഴ അകന്നു പോയിരുന്നു. അതായത് കുഞ്ഞ് പാല് കുടിക്കുന്ന സമയത്ത് മാലയെ പിടിച്ചിങ്ങനെ വലിച്ച് പിന്നെ കുഴ അകന്നു പോയി. അതിൻ്റെ ഒരു താലി ഇട്ടിരുന്ന ഒരു പെൻഡന്റ്, അതായത് ഒരു പുലിനഖത്തിൻ്റെ ഷേപ്പ്. പുലിനഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുമല്ലോ നമ്മുടെ വേടൻ്റെ കഥ കാരണം കൊണ്ട്. പുലിനഖത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ലോക്കറ്റ്, അതിനകത്തായിരുന്നു ഈ താലി ഇട്ടിരുന്നത്. ആ ലോക്കറ്റും താലിയും കൂടി ഏകദേശം 1 പവൻ തൂക്കം വരും. ആണ് ഈ മാലയുടെ കുഴ അകന്നപ്പോൾ താഴേക്ക് വീണ് പോയത്. എന്നിട്ട് ഞാനും എൻ്റെ ജോലിക്കാരിയും കൂടി അവിടെ മുഴുവനും ഒരുപാട് നോക്കി, ഈ മാലയും അതിൻ്റെ കുഴയും കൂടി കണ്ടുകിട്ടാൻ. മാല കിട്ടി, കുഴയാണ് നഷ്ടപ്പെട്ടത്, 1 പവൻ വരുന്ന. ഒരുപാട് നോക്കി, കിട്ടിയില്ല. അവസാനം ഞാൻ ഭഗ്നാശിയായി, എൻ്റെ താലിയും പോയല്ലോ എന്നൊക്കെ ഓർത്ത് അപ്പോൾ പിന്നെ സാരമില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്യാൻ, അവിടെ എല്ലാം നോക്കി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. രാവിലെ 7 മണിയാകാൻ പോകുന്നേ ഉള്ളൂ. കിടക്ക വിട്ട് കൊച്ചിനെ ഇങ്ങോട്ട് എഴുന്നേറ്റ് കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് ചായ ഇടുന്ന നേരത്താണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ബാത്റൂമിൽ, വീട്ടിൽ, അടുക്കളയിൽ, ഇതിനപ്പുറത്തേക്ക് മുറ്റത്തേക്ക് പോലും പോയിട്ടില്ല. പക്ഷെ സാധനം കിട്ടിയില്ല. 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ലാൻഡ് ലോഡ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മേനോൻ ഫാമിലി, ആ മേനോൻ ഫാമിലിയിലെ പിന്നെ ലേഡി എന്നെ വിളിക്കുന്നു. ടീച്ചറിൻ്റെ വല്ല സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കഥ പറഞ്ഞു. ഇന്ന സാധനം പോയി എന്നും ഞങ്ങൾ നോക്കി, ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞു. അപ്പം പറഞ്ഞു അത് ജോലിക്കാരിക്ക് കിട്ടിയിരുന്നു. എൻ്റെ കൂടെയുള്ള ജോലിക്കാരിക്കാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കിട്ടിയിരുന്നു. അവൾ അതുകൊണ്ട് കമ്മലും അവക്ക് താലിയും ഉണ്ടാക്കി. അതായത് അവരുടെ താലി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായ താലിയാണ്. അപ്പം ഈ തട്ടാന് കണ്ടപ്പോൾ മനസ്സിലായി ഇത് ഏതോ ക്രിസ്ത്യാനിയുടെ താലിയാണെന്ന്. തട്ടാന്മാർക്ക് അറിയാമല്ലോ, ഓരോ ഹിന്ദുക്കളുടെ ആണെങ്കിൽ തന്നെ ഓരോ ഓരോ പ്രദേശത്തുള്ള താലിയുടെ വ്യത്യാസമൊക്കെ തട്ടാന്മാർക്കറിയാം. ആ തട്ടാൻ അവരുമായിട്ട് അടുപ്പമുള്ളതായിരുന്നു. അപ്പോൾ ആ തട്ടാൻ വിളിച്ച് ചോദിച്ചു, അറിയാമോ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് ഉരുക്കി കമ്മലും താലിയുമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി പെട്ടെന്ന് അത് എൻ്റെ തന്നെ ആയിരിക്കും എന്ന്. അവരെന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ സംഗതി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വണ്ടർ അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓമന ഡാനിയലിൻ്റെ സ്ഥാനത്താണെന്ന് ഞാൻ. അപ്പം ഞാൻ വേണമെങ്കിൽ എനിക്ക് അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് ഇവരെ ഏൽപ്പിക്കാമായിരുന്നു. കാരണം ഞാൻ വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. കിടക്കയ്ക്ക് താഴെയും അതിന് ചുറ്റും ബാത്റൂമിലും അടുക്കള വരെയുള്ള എല്ലാ ഭാഗത്തും അടിച്ചു വാരി കൃത്യമായിട്ട് നോക്കിയതാണ്. ഈ നോട്ടത്തിനിടയ്ക്കാണ് എൻ്റെ ജോലിക്കാരിക്ക് ആ സാധനം കിട്ടുന്നത്. ഞാൻ അവളുടെ പേര് പറയുന്നില്ല. ഈ സാധനം കിട്ടുന്നത്, പക്ഷെ അവൾ അത് ഹൈഡ് ചെയ്തു, എന്നെ കാണിക്കാതെ. അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഇത് പുറത്തറിയുന്നു.
അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങൾ അന്ന് അപ്പം അവരെ അപ്പോഴും എൻ്റെ വീട്ടിൽ ജോലിക്ക് അവൾ വരുന്നുണ്ട്. അങ്ങനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിന്നെ പോലീസിൽ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കരഞ്ഞു പിഴിഞ്ഞ് പറഞ്ഞു, എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്, എനിക്ക് അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു. അബദ്ധമൊന്നും അല്ല, അത് സുബദ്ധം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം അപ്പോഴാണ് പിന്നെ മേനോൻ്റെ വീട്ടുകാർ ഞങ്ങളോട് പറയുന്നത് ഇവളുടെ ഭർത്താവ് കോയമ്പത്തൂർ ഭാഗത്തൊക്കെ വലിയ പോക്കറ്റടിക്കാരനായിട്ട് നടക്കുന്നവനാണെന്ന്. അപ്പോൾ ആ ശീലം ഭാര്യയ്ക്കും കിട്ടാതിരിക്കില്ലല്ലോ. അങ്ങനെ കിട്ടിയാണ് പോയത്. പക്ഷെ പോലീസിൽ ഏൽപ്പിച്ചില്ല. ഞങ്ങൾ ആ സാധനം തിരിച്ചു വാങ്ങിച്ചുമില്ല. അവൾ താലിയാക്കിയും കമ്മലാക്കിയും ഇട്ട ആഭരണങ്ങൾ അവൾ തന്നെ എടുത്തുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് അവരെ മാപ്പ് പറഞ്ഞ് വീട്ടിൽ ജോലിക്ക് പിന്നെ വരണ്ടെന്ന് പറഞ്ഞയച്ചു. പക്ഷേ അവൾക്ക് ഞങ്ങൾ മാപ്പ് കൊടുത്തു. അപ്പം അങ്ങനെ നമ്മളുടെ എന്ത് മോഷണം പോയാലും മാപ്പ് കൊടുക്കണം എന്നും ചോദിക്കരുതൊന്നും അല്ല കേട്ടോ ഞാനീ പറയുന്നത്. പക്ഷെ കഴിയുമെങ്കിൽ അവരുടെ ഇല്ലായ്മ കൊണ്ടാണ്, അവർക്കൊരു താലിയും 2 കമ്മലും ഉണ്ടാക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാം. പക്ഷെ അവരെ നമ്മളുടെ കൂടെ നിർത്തരുത്. അത് അവരെ പറഞ്ഞയക്കുന്നതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ശിക്ഷ. കാരണം എന്ന് വെച്ചാൽ അതവർക്ക് ക്ഷീണമാണ്, ശിക്ഷയാണ്. അതുകൊണ്ട് അപ്പം ഓമന ഡാനിയേൽ ചെയ്തത് ഒരു കാരണവശാലും ശരിയായില്ല. അതായത് മാല കണ്ടെത്താൻ വേണ്ടി നന്നായി ശ്രമിക്കണമായിരുന്നു. അങ്ങനെ ശ്രമിച്ചതിന് ശേഷം കിട്ടിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ വിളിച്ച് നേരെ പറയാമായിരുന്നു, ഇങ്ങനെ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ എടുത്തോ എന്ന് ചോദിക്കാമായിരുന്നു. ഇല്ലെന്ന് ഉറപ്പ് വന്നാൽ വീട്ടിൽ തന്നെ നോക്കി അത് കണ്ടെത്തേണ്ടതായിരുന്നു. അത് ചെയ്യാത്ത ഓമന ഡാനിയേൽ വലിയ തെറ്റാണ് ചെയ്തത്. അപ്പോൾ ബിന്ദുവിന് അവരോട് വൈരാഗ്യം തോന്നുമെങ്കിൽ പ്രശ്നം അത് ശരിയല്ല എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. അപ്പം ഞാൻ ബിന്ദുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ബിന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ ഒരു സജഷൻ എന്താണെന്നറിയാമോ? ബിന്ദുവിനെ പോലെ വീട്ടുജോലിക്ക് പോകുന്ന പെൺകുട്ടികൾ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു തീരുമാനം എടുക്കുക. ഒരു കാരണവശാലും ഓമന ഡാനിയലിൻ്റെ വീട്ടുജോലിക്കായി പോവുകയില്ല. ഓമന ഡാനിയൽ എത്ര ശ്രമിച്ചാലും വീട്ടുജോലിക്ക് ആളെ കിട്ടുകയില്ല. അങ്ങനെ ഒരു പരുവം വരണം. അപ്പോഴാണ് ഓമന ഡാനിയൽ അതിൻ്റെ ഡാമേജ് മനസ്സിലാക്കുക. തൻ്റെ ചെയ്തി, തൻ്റെ നാവ് ശരിയായിട്ടല്ല പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുക. അപ്പോഴാണ് ശരിക്ക് ബിന്ദുവിന് നീതി കിട്ടുക. അങ്ങനെ ബിന്ദുവിനെ പോലെ വീട്ടുജോലിക്കായി നടക്കുന്ന പെൺകുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് അവരോടുള്ള റിക്വസ്റ്റ് ഇതാണ്, ബിന്ദുവിന് വേണ്ടി നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. ഇനി ഞങ്ങൾ അറിവിൽപ്പെടുന്നവരാരും ഓമന ഡാനിയലിൻ്റെ വീട്ടിൽ ജോലിക്ക് പോവുകയില്ല. അങ്ങനെ അവരെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന തീരുമാനം എടുക്കുക. താങ്ക് യു.